വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരേക്കൊന്നുമല്ല, ഒരു മന്ത്ലി ഷോപ്പിംഗ് വ്ളോഗ്. ഞാനും കുക്കും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു. അപ്പോൾ പ്രിസ്റ്റണിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ദൂരമൊക്കെ ഉണ്ടാകും പ്രിസ്റ്റണിലേക്ക്. അത് കുറേ നേരം കത്തിയടിച്ചും പിന്നെ പാട്ട് കേട്ടൊക്കെ അങ്ങനെ അങ്ങ് പോകും. അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. ഇങ്ങനെ വെയിലുള്ള ദിവസം പുറത്തിറങ്ങാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ്. ഞങ്ങളിപ്പോൾ പ്രിസ്റ്റൺ എത്തി. ഇവിടെ ഇപ്പം ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയി കുക്കു. ഓക്കെ, അവിടെ എവിടെയാണ്. അപ്പം ഞാൻ പോയില്ല, ഞാനിവിടെ കാറിൽ വെയിറ്റ് ചെയ്ത്. ബിക്കോസ് ചില സമയത്ത് അവിടെ ചിലപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൈമാർക്ക് കയറും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കും. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കുക, വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും പഴം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അവിടെ കിട്ടത്തില്ല, അപ്പം ഇവിടെയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അതുകൂടെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകും. കുഴപ്പമില്ല. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ഗുമ്മിട്ടു, പിന്നെ ഞാൻ പിന്നെയും പറയാനൊന്നുമില്ല. അല്ല, സൈഡ് കുറച്ചും കൂടി എടുത്തു, ബാക്ക് ഇത്തിരി കൂടി എടുത്തു, പിന്നെ മേലെ ഇത്ര എടുത്തില്ല. അങ്ങനെ പ്രൈമാർക്കിൽ കയറുന്നതിന് മുന്നേ നല്ലതായിട്ട് വിശന്നുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മെക്ഡിയിൽ കയറി ഒരു റാപ്പും ഷേക്കും കഴിച്ചു. പിന്നെ പ്രൈമാർക്ക് പോയി. പ്രൈമാർക്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. എല്ലാ തവണ ഞാൻ ഒത്തിരി സാധനങ്ങൾ മേടിക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കാര്യമായിട്ടൊന്നും തന്നെ കിട്ടിയില്ല. അത് ഞാൻ നേരെ മാസ് ഹൈപ്പർ മാർക്കറ്റിലോട്ടേക്കാണ് പോയത്. അവിടുന്ന് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാറ്. ഇവിടെ എല്ലാ ഇന്ത്യൻ സാധനങ്ങളും ഒരുവിധം കിട്ടും. വെജിറ്റബിൾസ് ആയാലും പാത്രങ്ങളായാലും കറികളുടെ മറ്റ് സാധനങ്ങളായാലും ഫ്രഷ് മീനൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യം കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവരാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഇവർ ഞങ്ങളുടെ ഫാമിലീനെ പോലെ തന്നെയാണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ അവിടെ ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം മടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോമായി എപ്പോഴെങ്കിലും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.